ഹലോ. അപ്പോൾ നമ്മുടെ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭാഗമാണ് മൈക്രോ സർവീസ് ആർക്കിടെക്ചറും മൈക്രോ സർവീസസ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ MSSൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇതിലെന്തൊക്കെ വരുന്നു? മൈക്രോ സർവീസിൻ്റെ ആർക്കിടെക്ചറും എന്താണ് മൈക്രോ സർവീസ് എന്നുള്ളതാണ് നമ്മളതിൽ പറയാൻ വന്നത്. അപ്പോൾ നമുക്കെന്താ മൈക്രോ സർവീസ് എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ഒരു സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒതൻറ്റിക്കേഷൻ ആണെങ്കിലും അതേപോലെ ഡാറ്റാബേസ് ആക്സസിനാണെങ്കിലും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിന് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഒരൊറ്റ ഒരു സിസ്റ്റമായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാറ്. ഇത് നമ്മൾ ക്ലൗഡിലോ അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റത്തിലൊക്കെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, നമുക്ക് എന്താ പറയുക, കുറച്ചും കൂടി അഡാപ്റ്റബിളും സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ഇപ്പോഴും ആവശ്യം. അപ്പോൾ മൈക്രോ സർവീസിന് എന്താ? മൈക്രോ സർവീസ് ആർ സ്മോൾ സ്കെയിൽ സ്റ്റേറ്റ്ലെസ് സർവീസസ് ദാറ്റ് ഹാവ് സിംഗിൾ റെസ്പോൺസിബിലിറ്റി. അതാണ് ഇവിടെ പ്രത്യേകത. സ്മോൾ സ്കെയിലാണ്, സ്റ്റേറ്റ്ലെസ് ആണ്, അത് മാത്രമല്ല ഒരു സിംഗിൾ റെസ്പോൺസിബിലിറ്റി. ഫോർ എക്സാമ്പിൾ പറയുന്നത് ലോഗിൻ സിസ്റ്റത്തിൻ്റെ മാത്രം ഒരു വർക്ക് ചെയ്യുന്ന ഒരു സർവീസ്, അതിനെയാണ് ഒരു മൈക്രോ സർവീസ് എന്ന് പറയുന്നത്. ഇതേപോലെ മൾട്ടിപ്പിൾ മൈക്രോ സർവീസുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ആമസോൺ പോലെ ഒരു സൈറ്റിനകത്ത് ലോഗിന് വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാവും. അതേപോലെ ആഡ് ടു കാർട്ടിന് വേണ്ടി ഒരു ആഡ് ടു കാർട്ട് ഫങ്ഷനാലിറ്റി ഉണ്ട്. അതേപോലെ പേയ്മെൻറ്റ് ഫങ്ഷനാലിറ്റി ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഒരൊറ്റ സിസ്റ്റമായിട്ട് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഓരോ സെപ്പറേറ്റ് കുഞ്ഞു കുഞ്ഞു സിസ്റ്റമായിട്ട് എഴുതി വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റം ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ നമുക്ക് ആ ഒരു സ്പെസിഫിക് സർവീസ് മാത്രം മോഡിഫൈ ചെയ്താൽ മതി. എൻ്റയർ സോഫ്റ്റ്വെയർ നമുക്ക് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് മൈക്രോ സർവീസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്. കൂടുതലായിട്ട് നമ്മൾ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഇഫ് യു നീഡ് ടു ക്രിയേറ്റ് എ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ദാറ്റ് ആർ അഡാപ്റ്റബിൾ, സ്കെയിലബിൾ ആൻഡ് റിസിലിയൻറ്റ് ദാറ്റ് റെക്കമെൻഡ് ദാറ്റ് യു യൂസ് എ മൈക്രോ സർവീസ്. അപ്പോൾ നമ്മൾ വെബ് ബേസ്ഡ് അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം ഒരു മൈക്രോ സർവീസ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ എക്സാമ്പിൾ എ സിസ്റ്റം ദാറ്റ് യൂസേഴ്സ് ആൻ authentication module that provides the following features: user registration, where user provides information about their identity, security information, mobile and email address. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അവിടെ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. അത് authentication using user ID or and password. Two-factor authentication using code sent in a mobile phone. യൂസർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ IAM, ഫോർ എക്സാമ്പിൾ എബിലിറ്റി ടു ചേഞ്ച് പാസ്വേഡ് ഓർ മൊബൈൽ ഫോൺ നമ്പർ ആൻഡ് പാസ്വേഡ് റിസെറ്റ്. അപ്പോൾ ഇത് ഇത്രയും ഒരു സർവീസുകൾ നമുക്ക് ലോഗിൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ ഇതിൽ വരുന്നത്? ഈച്ച് ഓഫ് ദീസ് ഫീച്ചേഴ്സ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ആസ് സെപ്പറേറ്റ് സർവീസസ് that uses central shared database to hold authentication information. A user interface service can be manage all the aspects of the user. അപ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യും? ഇതിന് വേണ്ടി ഒരു സെൻട്രൽ ഷെയർഡ് ഡാറ്റാബേസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പകരം എന്താ? ഒരു സെപ്പറേറ്റ് സർവീസ് യൂസർ ടു ഈ ലോഗിൻ വർക്ക് ചെയ്യുന്നതിന് ഒരു സെപ്പറേറ്റ് സർവീസ് യൂസ് ചെയ്യും. ദാറ്റ് യൂസസ് സെൻട്രൽ ഷെയർഡ് ഡാറ്റാബേസ് ടു ഹോൾഡ് authentication ഇൻഫർമേഷൻ. പിന്നെ മൈക്രോ സർവീസ് ആർക്കിടെക്ചറിൽ എന്താ പറയുന്നത്? ഇത് വളരെ ലാർജാണ്. In Microsoft service architecture, however, these features are too large to be microservice. To identify the microservice might be the user ID authentication system. You need to break down the course again. നമ്മൾ ഇത്രയും വലിയൊരു ഇത് ചെയ്യുന്നതിന് വേണ്ടി അതൊരു വലിയൊരു സിസ്റ്റമായി പോകും. അപ്പോൾ നമ്മൾ അതിന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഈ മൈക്രോ സർവീസായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. എങ്ങനെയൊക്കെ യൂസർ രജിസ്ട്രേഷൻ മൈക്രോ സർവീസ് ആകും, അതിൻ്റെ ഒതൻറ്റിക്കേഷനെ ഒരു മൈക്രോ സർവീസ് ആക്കും, അതേപോലെ ടു-ഫാക്ടർ ഒതൻറ്റിക്കേഷൻ വേറൊരു സർവീസ് ആക്കും, അതേപോലെ യൂസർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റിനെ വേറെ സർവീസ് ആകും, അതേപോലെ പാസ്വേഡ് റീസെറ്റിന് വേറെ സർവീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ ഒരൊറ്റ ഒരു വലിയൊരു ഒതൻറ്റിക്കേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നതിന് ഒതൻറ്റിക്കേഷന് അല്ലെങ്കിൽ എന്തൊക്കെ സർവീസ് വരുന്നുണ്ടോ അതിനൊക്കെ ഓരോ കുഞ്ഞു സർവീസായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. നമുക്ക് അതിൻ്റെ ഒരു ഫിഗർ നോക്കാം. ഫിഗറിൽ എന്താ? ഫങ്ഷണൽ ബ്രേക്ക് ഡൗൺ ഒതൻറ്റിക്കേഷൻ ഫീച്ചേഴ്സ്. അതിൽ എന്തൊക്കെ പറയുന്നത്? യൂസർ രജിസ്ട്രേഷനിൽ സെറ്റപ്പ് ന്യൂ ലോഗിൻ ID, സെറ്റപ്പ് ന്യൂ പാസ്വേഡ്, സെറ്റപ്പ് പാസ്വേഡ് റിക്കവറി ഇൻഫർമേഷൻ, സെറ്റപ്പ് ടു-ഫാക്ടർ അതിന് കൺഫേം രജിസ്ട്രേഷൻ, ഒതൻറ്റിക്കേഷൻ യൂസർ ഐഡിയും പാസ്വേഡ്, ഗെറ്റ് ലോഗിൻ ID, ഗെറ്റ് പാസ്വേഡ്, ചെക്ക് രജിസ്ട്രേഷൻ, കൺഫേം ഒതൻറ്റിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക ഒരു ഒതൻറ്റിക്കേഷനിൽ വേണ്ടി വരും.
പിന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ മൈക്രോ സർവീസിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും, ഫിഗർ 6 എന്ത് അത് പറയുന്നത് നമ്മൾ മൈക്രോ സർവീസായിട്ട് അതിൽ കൺവേർട്ട് ചെയ്യുന്നു. ഒതൻറ്റിക്കേഷൻ എന്നിട്ടൊരു ഫങ്ഷണാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. അതിനെന്ത് ചെയ്യും, നമ്മൾ യൂസർ ഐ ഡി മാനേജ്മെൻറ്റിനെയും പാസ്വേഡ് മാനേജ്മെൻറ്റിനും യൂസർ ഇൻഫോ മാനേജ്മെൻറ്റിനും 3 മൈക്രോ സർവീസായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതെന്തൊക്കെ ഡാറ്റ ആക്സസ് ചെയ്യേണ്ടത്, യൂസർ ഐ ഡി മാനേജ്മെൻറ്റ് യൂസർ ഐ ഡി ഡാറ്റയും, പാസ്വേഡ് മാനേജ്മെൻറ്റ് പാസ്വേഡ് ഡാറ്റയും, യൂസർ ഇൻഫോ മാനേജ്മെൻറ്റ് യൂസർ ഡാറ്റയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വലിയൊരു സിസ്റ്റത്തിനെ കുഞ്ഞു സർവീസാക്കിയിട്ട് മൈക്രോ സർവീസായിട്ട് ക്ലൗഡിൽ റൺ ചെയ്യിക്കുന്നത്. എന്താണ് ഇപ്പോൾ നമുക്ക് മൈക്രോ സർവീസ് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ഗുണങ്ങളെന്ന് നോക്കാം. സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. സെൽഫ് കണ്ടെയ്ൻഡ് എന്താ, ആ ഒരു മൈക്രോ സർവീസിൻ്റെ സ്കോപ്പ് അതിന് പുറത്തേക്ക് പോകില്ല. മൈക്രോ സർവീസ് ഡു നോട്ട് ഹാവ് എക്സ്റ്റേണൽ ഡിപ്പെൻഡൻസ്, ദേ ഹാവ് മാനേജ് ദെയർ ഓൺ ഡാറ്റ ആൻഡ് ഇംപ്ലിമെൻറ്റ് ദെയർ ഓൺ യൂസർ ഇൻ്റർഫേസ്. ഇപ്പം മൈക്രോ സർവീസിന് വേണ്ടിയുള്ള ഡാറ്റയും ഒക്കെ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷെയർ ഡാറ്റാബേസ് ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. പകരം എന്താ, അതിനുള്ള ഡാറ്റയൊക്കെ അതിൻ്റെ ഫങ്ഷനാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഡാറ്റയൊക്കെ അതിൻ്റെ സ്വന്തമായിട്ടായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന് എക്സ്റ്റേണൽ ഡിപ്പെൻഡൻസീസ് ഒന്നും ഉണ്ടാവില്ല. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. മൈക്രോസോഫ്റ്റ് കമ്മ്യൂണിക്കേറ്റ് യൂസിങ് ലൈറ്റ് വെയിറ്റ് പ്രോട്ടോക്കോൾ സോ ദാറ്റ് സർവീസ് കമ്മ്യൂണിക്കേഷൻ ഓവർഹെഡ്സ് ആർ ലോ. നമ്മൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ്സ് കമ്മ്യൂണിക്കേഷൻ സർവീസുകൾ ഉപയോഗിച്ചായിരിക്കും ഈ മൈക്രോ സർവീസുകൾ നമ്മൾ റൺ ചെയ്യും. അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് മൈക്രോസോഫ്റ്റ് മേ ബി ഇംപ്ലിമെൻറ്റ് യൂസ് ഡിഫറെൻറ്റ് പ്രോഗ്രാം ലാംഗ്വേജസ് ആൻഡ് മേ യൂസ് ഡിഫറെൻറ്റ് ടെക്നോളജീസ്. അപ്പോൾ നമുക്ക് എന്താ, ഓരോ ടൈപ്പ് മൈക്രോ സർവീസിന് വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് പ്രോഗ്രാം ലാംഗ്വേജസ് നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇവിടെ വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ ഈ ഒതൻറ്റിക്കേഷൻ്റെ ഭാഗം മാത്രം വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ലാംഗ്വേജാക്കി ഉപയോഗിക്കുന്നത്. അതേപോലെ ആഡ് ടു കാർട്ട് എന്നുള്ളൊരു ഫങ്ഷനാലിറ്റി നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഈ പ്രോഗ്രാം ലാംഗ്വേജാക്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക പ്രോഗ്രാം ലാംഗ്വേജസും അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസുകളും ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡിപ്ലോയബിൾ, ഈച്ച് മൈക്രോസോഫ്റ്റ് റൺസ് ഓൺ ഇൻ ഇറ്റ്സ് ഓൺ പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ്ലി ഡിപ്ലോയബിൾ. നമുക്ക് ഈ ഓരോ മൈക്രോ സർവീസും അതിൻ്റെ റൺസ് ഓൺ ഇറ്റ്സ് ഓൺ പ്രോസസ് ആൻഡ് ഇസ് ഇൻഡിപെൻഡൻ്റ്ലി ഡിപ്ലോയബിൾ. അത് ഓരോ മൈക്രോ സർവീസും അത് ഇൻഡിപെൻഡൻ്റായിട്ട് റൺ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇൻഡിപെൻഡൻ്റായിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. എങ്ങനെ, യൂസിങ് ഓട്ടോമേറ്റഡ് സിസ്റ്റംസ്. അതേപോലെ എന്താ, ബിസിനസ് ഓറിയൻറ്റഡ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ എന്താ പറയുക, ഓരോ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ നമ്മൾ എഴുതി കൊടുക്കുന്ന ലോജിക്കിന് ബിസിനസ് ലോജിക്ക് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന ഓരോ ബിസിനസ് ലോജിക്കിന് ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ എന്താ, ഈ മൈക്രോ സർവീസ് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് മൈക്രോ സർവീസുകൾ എഴുതി കൊടുക്കുക. മൈക്രോ ഷുഡ് ബി ഇംപ്ലിമെൻറ്റ് ബിസിനസ് കാപ്പബിലിറ്റി ആൻഡ് നീഡ്സ് റാദർ ദാൻ സിംപ്ലി പ്രൊവൈഡിങ് ടെക്നിക്സ്. അപ്പോൾ ഒരു ടെക്നിക്കൽ സർവീസ് തരുന്നതിനുപരി നമുക്ക് നമ്മളുടെ സോഫ്റ്റ്വെയറിൻ്റെ ബിസിനസ് ഗോൾസ് ഈസിലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മൈക്രോ സർവീസുകൾ നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ മൈക്രോ സർവീസിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെ നോക്കാം. ഇപ്പോൾ ഒരു മൊബൈൽ ആപ്പ് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് API ഗേറ്റ് വേ ഉണ്ടാവും. നമുക്ക് അതിലെത്ര എന്താ പറയുക സർവീസുകൾ നമുക്ക് കാണാം. രജിസ്ട്രേഷൻ, ഒതൻറ്റിക്കേഷൻ, അപ്ലോഡ്, പേയ്മെൻറ്റ്, പ്രിൻറ്റിങ്, ഡിസ്പാച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആമസോണിൻ്റെ വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ, ആമസോണിൻ്റെ മൊബൈൽ ആപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു API ഗേറ്റ് വേ വഴി ഈ മൈക്രോ സർവീസുകൾ നമ്മൾ കണക്ട് ചെയ്യും. എന്നിപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ മൈക്രോ സർവീസിനായിരിക്കും അവിടെ വിളിക്കുന്നത്. അതേപോലെ ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നതിനും ഒതൻറ്റിക്കേഷൻ മൈക്രോ സർവീസായിരിക്കും നമ്മളവിടെ കോൾ ചെയ്യുന്നത്. അതേപോലെ ഓരോ സർവീസിനും വേണ്ടി നമുക്ക് ഓരോ മൈക്രോ സർവീസിനെ API ഗേറ്റ് വേസ് വഴി നമ്മൾ നമ്മുടെ ആപ്പിലേക്കോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലേക്കോ കോൾ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ മൈക്രോസോഫ്റ്റ് ആർക്കിടെക്ചർ നോട്ട് ലൈക്ക് ദ ലെയേർഡ് ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ ദാറ്റ് ഡിഫൈൻസ് ദ കോമൺ സെറ്റ് ഓഫ് ദ കമ്പോണൻറ്റ്സ് യൂസ് ഇൻ ദ ഓൾ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ സാധാരണ പോലത്തെ ഒരു എന്താ പറയുക ലെയേർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ അല്ല. റാദർ ദാൻ മൈക്രോസോഫ്റ്റ് ആർക്കിടെക്ചറൽ സ്റ്റൈൽ ട്രൈ ടു ബി ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് വേ ഓഫ് ദ ഇംപ്ലിമെൻറ്റ് ലോജിക്കൽ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. നമ്മളെന്താ നമ്മുടെ സോഫ്റ്റ്വെയറിലെ ലോജിക്കിനനുസരിച്ചാണ് അതിന് ലെയർ ചെയ്ത് പോകുന്നത്. ഇനി മൈക്രോ സർവീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തതിന് ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആഫ്റ്റർ സിസ്റ്റം ഹാസ് ബീൻ ഡെവലപ്ഡ് ആൻഡ് ഡെലിവേർഡ് ഇറ്റ് ഹാസ് ടു ബി ഡിപ്ലോയ്ഡ് ഓൺ സർവീസ് ആൻഡ് മോണിറ്റർ ഫോർ പ്രോബ്ലംസ് ആൻഡ് അപ്ഡേറ്റഡ് ആസ് ദ ന്യൂ വെർഷൻ ബിക്കം അവൈലബിൾ. അപ്പോൾ നമ്മൾ മൈക്രോ സർവീസ് നമ്മുടെ സെർവറിലേക്ക് ഡിപ്ലോയ് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ മോണിറ്റർ ചെയ്യണം. അതിനെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതുമാത്രമല്ല അതിനെന്തെങ്കിലും അപ്ഡേറ്റ് വേണോ, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അപ്ഡേറ്റ് എങ്ങനെയൊക്കെ ആ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം. അതാണ് മൈക്രോ സർവീസ് ഡിപ്ലോയ്മെൻറ്റ് ഒന്നാമത്തെ. Traditionally, the task of managing the operational system
വേർ സെപ്പറേറ്റ് ഫ്രം ദ ഡിപ്ലോയ്മെൻറ്റ്. നമ്മൾ സാധാരണ സെപ്പറേറ്റ് ആയിട്ട് അത് കാണാറ്, പക്ഷേ ട്രഡീഷണൽ ആയിട്ട് ഒരു ഡെവലപ്മെൻറ്റ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ദ സിസ്റ്റം അഡ്മിൻ ടീം ഹാഡ് ഡിഫറെൻറ്റ് സ്കിൽസ് ഫ്രം ദ സിസ്റ്റം ഡെവലപ്പർ. അപ്പോൾ സിസ്റ്റം അഡ്മിനാണ് നമ്മളിവിടെ മൈക്രോ സർവീസുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സ്കിൽസ് ഫ്രം ദ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിലും ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്കില്ലായിരിക്കും അവരുടെ സിസ്റ്റം അഡ്മിനുള്ളത്. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഉള്ള ഡെവലപ്മെൻറ്റിൽ സിസ്റ്റം ഡെവലപ്പർ തന്നെയായിരിക്കും ചിലപ്പോൾ സിസ്റ്റം ഡിപ്ലോയ്മെൻറ്റും അതേപോലെ സിസ്റ്റം അഡ്മിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, നമ്മളൊരു സിസ്റ്റം അഡ്മിനായിരിക്കും ഇവിടെ മൈക്രോ സർവീസുകൾ ഡിപ്ലോയ് ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതിൻ്റെ സ്കിൽ സെറ്റും സിസ്റ്റം ഡെവലപ്പറുടെ സ്കിൽ സെറ്റും സെപ്പറേറ്റ് ആയിരിക്കും. ആൻഡ് ദ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് ദ 10 or even hundreds of micro services. Deployment of the system is more complex than for the monolith. അപ്പോൾ മൈക്രോ സർവീസുകൾ കൂടുന്തോറും നമുക്ക് കോംപ്ലക്സ് ആവാൻ സാധ്യതയുണ്ട്. The സർവീസ് ഡിപ്ലോയ്മെൻറ്റ് ടീം ഡിസൈഡ്സ് വിച്ച് പ്രോഗ്രാം ലാംഗ്വേജ് ഡാറ്റാബേസ്. അപ്പോൾ സർവീസ് ഡെവലപ്മെൻറ്റ് ടീമാണ് തീരുമാനിക്കുന്നത് എന്ത് പ്രോഗ്രാം ലാംഗ്വേജ് വേണം, ഡാറ്റാബേസ് വേണം, ലൈബ്രറീസ് വേണം, എന്തൊക്കെ വേണം എന്നുള്ളത് ഇവിടെ തീരുമാനിക്കും. കോൺസിക്വൻ്റ്ലി ദർ ഈസ് നോ സ്റ്റാൻഡേർഡ് ഡിപ്ലോയ്മെൻറ്റ് കൺഫിഗറേഷൻ ഫോർ ഓൾ സർവീസ്. ഇവിടെ ഈ ഡിഫറെൻറ്റ് മൈക്രോ സർവീസസ് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡിലും അതേപോലെ തന്നെ കോൺഫിഗറേഷനിലായിരിക്കും റൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മൈക്രോ സർവീസ് ആയതുകൊണ്ട് ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു configuration management ഉണ്ടാവില്ല. ഫർദർമോർ സർവീസസ് മേ ചേഞ്ച് വെരി ക്വിക്കലി ആൻഡ് ദ പൊട്ടൻഷ്യൽ ഫോർ ദ ഡിപ്ലോയ്മെൻറ്റ് ബോട്ടിൽനെക്ക്. ഇത് ഡിപ്ലോയ്മെൻറ്റ് ബോട്ടിൽനെക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി സർവീസസ് ചേഞ്ച് വെരി ക്വിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് എന്താ പറയുക ചില ഫങ്ഷനാലിറ്റി പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ സർവീസിനെ എന്താ പറയുക സർവീസ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താ കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് ഒരു പൈപ്പ് ലൈൻ വന്ന് ഇവിടെ നമ്മൾ എന്താ വരുന്നത് കമ്മിറ്റ് ചെയ്ത വെർഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ വെർഷൻ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു കമ്മിറ്റോ അല്ലെങ്കിൽ ഒരു ചേഞ്ചോ വന്നു കഴിഞ്ഞാൽ എന്ത് ട്രിഗർ ചെയ്യും, എന്താ റണ്ണത് യൂണിറ്റ് ടെസ്റ്റ് റൺ ചെയ്യും. യൂണിറ്റ് ടെസ്റ്റ് റൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ഫെയിലാണെങ്കിൽ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പാസ്സാണെങ്കിൽ ബിൽഡ് ദ ടെസ്റ്റ് സിസ്റ്റം. അതിനുശേഷം എന്ത് ചെയ്യുക, അത് പാസ്സാണെങ്കിൽ റിജക്റ്റ് ദ ചേഞ്ച്, അല്ലെങ്കിൽ പാസ്സാണെങ്കിൽ റൺ ദ ഇൻ്റഗ്രേഷൻ ടെസ്റ്റ് നടത്തും. അതിനുശേഷം എന്ത് ചെയ്യും, ഇൻ്റഗ്രേഷൻ ടെസ്റ്റ് ഫെയിലാണെങ്കിൽ റിജക്റ്റ് ദ ചേഞ്ച് ചെയ്യും. അവിടെ നിന്ന് നേരെ കണ്ടെയ്നറൈസേഷൻ സർവീസിലേക്ക് പോകും. അവിടെ നിന്ന് ഡിപ്ലോയ്മെൻറ്റ് സർവീസ് കണ്ടെയ്നറിലേക്ക് വിടും, റൺ അക്സെപ്റ്റ് ടെസ്റ്റ് നടത്തും. അവിടെ നിന്ന് അത് പാസ്സാണെങ്കിൽ റീപ്ലേസ് കറണ്ട് സർവീസ്. ഇതാണ് നമ്മളൊരു സർവീസ് പുതിയത് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൈക്രോ സർവീസിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ പ്രതീക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു മോണോലിത്തിക് ആയിട്ടുള്ള സിസ്റ്റം തന്നിട്ട് മൈക്രോ സർവീസായിട്ട് നിങ്ങളെങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുള്ളത് ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ഈ പടം പഠിച്ച് വയ്ക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഇപ്പോൾ എന്താ പറയുക ഒരു കമ്മിറ്റ് ചേഞ്ച് ഒരു വെർഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻറ്റ് പൈപ്പ് ലൈൻ വഴി അത് എങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫിഗർ പഠിച്ച് വെക്കണം. ഈ ഫിഗറിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോ സർവീസസ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്.